കാരണം കേരളത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ കണക്കുകൾ നമുക്കറിയാമല്ലോ. നേരത്തെയുള്ള സ്റ്റാർട്ടപ്പുകൾ കിട്ടിയ ഫണ്ടിങ് ഇന്ന് എത്രയോ ഫണ്ടിങ് കേരളത്തിലേക്ക് ഒഴുകുന്നു. ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രം യുവർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് 25 ഇയേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക? ഇനി കേരളം 100% ഡിജിറ്റൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചാക്കിയിട്ടില്ല. ഷിജു സർ, വെൽക്കം ടു ചാനൽ ഐ എം. 25 ഇയേഴ്സ്, 25 ലോങ് ഇയേഴ്സ് എന്ന് പറയണം അല്ലേ ഡിജിറ്റൽ ഫീൽഡിൽ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ പുറകെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടാഗ് ലൈനും കൂടെ പറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ബിഫോർ ആൻഡ് ആഫ്റ്റർ പോലെ ചോദിച്ചാലേ 25 ഇയേഴ്സിന് മുമ്പ്, ഇത് തുടങ്ങുന്നതിന് മുമ്പത്തെ ഒരവസ്ഥയും ഇപ്പോൾ വൈൽ ഹിറ്റിംഗ് 25 ഇയേഴ്സ് എങ്ങനെയുണ്ട്? 25 ഇയേഴ്സിന് മുമ്പ് ഞാനൊരു എംപ്ലോയി ആയിരുന്നു. 2 വർഷത്തോളം ഒരു പ്രൈവറ്റ് ഫാമിലി ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. അതിനും അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ രീതിയിൽ അതും അന്ന് ആസ്വദിച്ച് ചെയ്തിരുന്നു. പിന്നെ വളരെ വ്യക്തിപരമായി എനിക്കൊന്ന് ജോലി കിറ്റ് ചെയ്യേണ്ടി വന്നു, എനിക്ക് വീട്ടിലേക്കൊന്ന് മൂവ് ചെയ്യേണ്ടി വന്നു. വാസ്തവത്തിൽ ഞാനൊരു പ്ലാൻഡായിട്ട് ബിസിനസ്സിൽ വന്ന ഒരാളല്ല, വളരെ ആകസ്മികമായിട്ട് ആക്സിഡൻഷ്യലി ബിസിനസ്സിൽ വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഒരു DNA ഇല്ല. എൻ്റെ പേരൻസൊക്കെ ടീച്ചേഴ്സായിരുന്നു. ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല, ആരും എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ പറയില്ല, നമ്മളിങ്ങനെ കരയിലേക്ക് എടുത്തിട്ട് മീനിനെ പോലെ പല സമയത്തും പഠിച്ചു നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ആശയങ്ങളുമില്ല. അപ്പം പക്ഷെ അങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത് നമ്മൾ. പിന്നെ ഞാനൊരു 100 സ്ക്വയർ ഫീറ്റിലാണ് ആദ്യത്തെ, വളരെ എല്ലാവരെയും പോലെ വളരെ എളിയ രീതിയിലാണ് തുടങ്ങിയത്. ചെറിയ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാദറിൻ്റെ പെൻഷൻ ആണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ വളരെ ഗ്രാജുവലി അപ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് ഡിജിറ്റൽ എന്ന് പറയുന്നൊരു റെവല്യൂഷൻ തുടങ്ങിയിട്ടില്ലെങ്കിലും പേഴ്സണൽ കമ്പ്യൂട്ടറുകളാണ് അന്ന് ഡിജിറ്റൽ പ്രൊഡക്റ്റായിട്ട് അന്നുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ. പിന്നീട് പക്ഷേ ഒരു വലിയ വിപ്ലവം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ വരവോടുകൂടി 2012 മുതൽ പിന്നെ ഇതിലൊരു റെവല്യൂഷൻ വന്നു. സ്മാർട്ട് ഫോൺ വന്നു, പിന്നെ അതിനു മുമ്പ് ലാപ്ടോപ്സ് വന്നു, പിന്നെ എല്ലാം ഡിജിറ്റലായി. ഇന്നിപ്പം ഷീ പവറിലെ പ്രധാന 5 ടോപ്പിക്കുകൾ 2 ഡിജിറ്റൽ ഓറിയൻറ്റഡ് ആണ്. ഒന്ന് സൈബർ സെക്യൂരിറ്റി ആണ്, ഒന്ന് AI ആണ്. അപ്പോൾ അത്രയും നമ്മുടെ മനുഷ്യരുടെ ജീവിതവുമായി ശരിക്കും ഈ ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു മേഖല അത്രയും കണക്റ്റഡായി, നമുക്ക് ഇന്നോവേറ്റബിളായി മാറി. അപ്പം അങ്ങനെ അത് സന്തോഷമുണ്ട് ഇത്ര ഒരു മേഖലയിലേക്ക് വരാൻ സാധിച്ചതും. ഇങ്ങനൊരു ബിസിനസ് തിരഞ്ഞെടുത്തതിൽ ഇപ്പം ഇതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ട്, എല്ലാ ബിസിനസ്സിനും ഉള്ള പോലെ തന്നെ. പക്ഷേ ഇന്ന് നമ്മളെ ഇത്രയും സ്വാധീനിക്കുന്നൊരു മേഖല, മനുഷ്യനെ ഇത്രയും സ്വാധീനിക്കുന്നൊരു മേഖലയാണ് ഡിജിറ്റൽ എന്ന് പറയുന്നത്. അതിലൊരു ഡീലറായി മാറാൻ സാധിച്ചതിൽ, ആളുകൾക്ക് അത്തരം പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡിജിറ്റൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു കുഞ്ഞായിട്ട് കാണുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ബർത്ത് മുതൽ ഈ നിമിഷം വരെ ഇല്ലേ കണ്ടിട്ടുള്ള ഒരാളാണ് ആ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം നമ്മൾ ഷീ പവറിൻ്റെ വെന്യൂലായിരിക്കുന്ന ഡിജിറ്റൽ ഫീൽഡിലും ഒരുപാട് വുമൺ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഹൗ ഡു യു മാനേജ് ദം, അല്ലെങ്കിൽ അവരിൽ കണ്ടിട്ടുള്ള ഈ ഷീ പവർ ഉണ്ടല്ലോ, ഇൻ യുവർ വുമൺ എംപ്ലോയീസ് കണ്ടിട്ടുള്ള പവർ? ഉറപ്പായിട്ടും അത് വാസ്തവത്തിൽ ഈ ഷീ പവറിൽ തന്നെ ഞങ്ങളൊരു പങ്കാളിയാകാൻ കാരണം തന്നെ അത്തരത്തിൽ നമ്മളോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന വനിതകളുടെ ആ ഷീ പവർ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു ശരിക്കും ചാനലായാലും ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത നിഷ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ അപ്പം തന്നെ നിഷയോട് പറഞ്ഞു, സാധാരണഗതി നമ്മളൊരു ഇത്തരത്തിലൊരു അസോസിയേഷൻ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുമല്ലോ, പല കുറി ആലോചിക്കും. ഒന്ന് ഇതിൻ്റെ ഒരു ടേക്ക് അവേ എന്താണെന്ന് ആദ്യം തന്നെ നിഷ പറഞ്ഞിരുന്നു, എന്തൊക്കെ ടോപ്പിക്സാണ്, ഇതുകൊണ്ട് എന്താണ് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണ്, ആരൊക്കെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പങ്കെടുക്കുന്നവർക്കൊരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഇവൻ്റാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ പങ്കാളിയായത്. അപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഞങ്ങളുടെ ഒപ്പമുള്ള വനിതകൾ, നമ്മളോടൊപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകർ, വാസ്തവത്തിൽ ഒന്നും ഞാൻ കാണുന്നത് അവരുടെ ഒരു ഡെഡിക്കേഷനാണ്. എങ്ങനെ വീടും ഇതും കൂടെ അവർ മാനേജ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ചിലരെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അത്ര ജോലി സമയത്ത് ജോലി തന്നെയാണ്, വേറെ അത് പ്രത്യേകിച്ചും എന്താണ് ഒരു സിസ്റ്റവും പ്രോസസ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അണുവീണ് മാറാതെ അവരതിൽ ഔട്ട്പുട്ട് ഇടുന്ന ആളുകളാണ്, വെരി പ്രൊഫഷണലുകൾ. പക്ഷെ നമുക്ക് അവർക്ക് വേണ്ട നോളജ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഈ പ്രോഗ്രാം തന്നെ അതാണല്ലോ, നോളജ് ഷെയറിങ് ആണല്ലോ. നമുക്ക് അവർക്ക് വേണ്ട എക്സ്പീരിയൻസ് കൊടുക്കണം, നോളജ് കൊടുക്കണം, ഇതെല്ലാം മെൻറ്റർഷിപ്പ് കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അത്രയും ഔട്ട്പുട്ട് കിട്ടില്ല. അതാണ്. പക്ഷേ നമ്മളത് എങ്ങനെ ഹൗ വി ഹാൻഡിൽ എന്നുള്ളതാണ്, എങ്ങനെയാണ് അവരത് ഹാൻഡിൽ. പിന്നെ അതിനൊരു അറ്റ്മോസ്ഫിയർ, എസ്പെഷ്യലി ഒരു വിമൻ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അതിപ്പോൾ എല്ലാ ഓർഗനൈസേഷനും തന്നെ അങ്ങനെയാണ്. നമ്മൾ പ്രത്യേകിച്ച് എടുത്തത് പറയേണ്ട ആവശ്യമില്ല. ഒരു അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒരുക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വനിതകൾക്ക് ഇനിയും കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയിൽ നിന്നും താൽക്കാലികമായി വിരമിച്ച കുറേ ആളുകളുണ്ട്, ഇപ്പോൾ കുട്ടികളുണ്ടായി അങ്ങനെയൊക്കെ. വാസ്തവത്തിൽ ഞങ്ങളെപ്പോഴും ആലോചിക്കണം, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്, കരിയർ ബ്രേക്ക് വന്നവർ. അവർ ആക്ച്വലി ഒരു മാരേജ് അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ അങ്ങനെ
പക്ഷെ എത്ര ടാലൻറ്റഡ് ആണ് അവർ. ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കും അവരെപ്പോലുള്ള ആളുകളെ എങ്ങനെ നമ്മളുടെ പ്രധാന ജോലികളിലേക്ക്, അവർ കേപ്പബിൾ ആയിരിക്കും, നേരത്തെ നല്ല പൊസിഷനിലൊക്കെ ഇരുന്നവരായിരിക്കും, പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ഇവരെ ഇൻ്റർവ്യൂവിന് കിട്ടുന്നില്ല. ഞങ്ങൾ തിരയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ. നല്ല കീ പോസ്റ്റുകളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അവർ കേപ്പബിളാണ്, അവരൊരു, പക്ഷേ പലപ്പോഴും അവർക്ക് ഈ ഇത്തരത്തിലുള്ള സ്ഥലത്ത് ഇങ്ങനൊരു ഒരു റിക്വയർമെൻ്റ് ഉണ്ടെന്നുള്ള അവർ അറിയാഞ്ഞിട്ടായിരിക്കാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇൻറ്റേർണൽ ഡിസ്കഷനിലൊക്കെ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, കല്യാണത്തിന് മുമ്പ് വളരെ നല്ല ജോലിയിലൊക്കെ ഇരുന്നവർ പിന്നീടൊരു ബ്രേക്ക് വന്നു, പിന്നെ അവർ തിരിച്ചു വരുന്ന കേസസ്, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ കൊണ്ട് തിരിച്ചു വന്നിട്ട് ഹൈ പെർഫോമൻസ് അവർ തരുന്നുണ്ട്. കാരണം ആ തിരിച്ചെത്തിക്കഴിയുമ്പോൾ അത് അവർ ഓൾറെഡി ടാലൻറ്റഡ് ആണ്, അവർ നന്നായിട്ട് നല്ല പെർഫോമൻസ്. അപ്പം അത്തരം ആളുകൾക്കൊക്കെ സ്വാഗതം ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളിലേക്ക്. ആരും വീട്ടിലിരിക്കരുത്. ഷീപ്പ് അവർ, നമ്മളിപ്പം ചൈനയിൽ പോയാലും മറ്റ് രാജ്യങ്ങളിൽ പോയാലും അവിടുത്തെ പ്രൊഡക്ടിവിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ പ്രൊഡക്ടിവിറ്റി ചൈന നമുക്ക് നോക്കിയാൽ മാനുഫാക്ചറിങ് ഒരു സെക്ടറാകട്ടെ ഏത് സെക്ടറിലും ഞങ്ങൾക്ക് എപ്പോഴും പോകുന്നതായതുകൊണ്ടാണ് സ്ത്രീകളാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ നെടുന്തൂണ് അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ. നമ്മൾക്കും അതാകാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബശ്രീ പോലുള്ള വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അസോസിയേഷൻസ് ഒന്നാണല്ലോ കുടുംബശ്രീ. കുടുംബശ്രീയിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിനി മാനുഫാക്ചറിങ് ഒക്കെ പഠിപ്പിക്കണം. കാരണം നമ്മുടെ പോർട്ടുകളൊക്കെ ഇവിടെ വന്നു. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി തന്നെ പറഞ്ഞു ചെറിയ രീതിയിൽ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൽ വലിയ സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർസ് മാത്രമേ ഇവിടുന്ന് കയറ്റി അയക്കുന്നുള്ളൂ, ഹാർഡ്വെയർ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുന്നില്ല. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾക്കിവിടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത്, പക്ഷേ അവർക്കൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം. ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിലും കേരളത്തിന് ഇപ്പോൾ തമിഴ്നാടും ഗുജറാത്തും ആന്ധ്രയുമൊക്കെ ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആപ്പിൾ റീസെൻ്റ്ലി അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് സെറ്റപ്പ് ഇന്ത്യയിലായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഡീൽ ചെയ്യുന്ന മുഴുവൻ ബ്രാൻഡുകളും, അത് സാംസങ് ആകട്ടെ, LG ആകട്ടെ, ഹെയർ ആകട്ടെ. ഇപ്പോൾ ഹെയറൊക്കെ ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ അവരുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് അവർ ഇന്ത്യയിലാണ്, നോയിഡയിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ബ്രാൻഡും ഇന്ത്യ ഒരു വലിയ മാർക്കറ്റായിട്ട് കാണുന്നത്. ഇവിടെ മാനുഫാക്ചറിങ് എല്ലാവരും വരുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിനും നമ്മുടെ ഷീപ്പ് പവറിലൂടെ ആ മാനുഫാക്ചറിങ് രംഗത്തേക്ക് വരാൻ പറ്റട്ടെ എന്നാണ് ഒരു ഇലക്ട്രോണിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നമാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇപ്പോൾ സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ കരിയർ ബ്രേക്ക് വന്നിരിക്കുന്ന വിമന് അവർക്ക് ഇപ്പോൾ ഓക്സിജനെ കോൺടാക്ട് ചെയ്യാൻ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? HR എപ്പോഴും നമ്മുടെ വേക്കൻസീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അവരവരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഒക്കെ നോക്കിയിട്ട് അവർക്ക് അപ്ലൈ ആവുന്നതാണ്. ഞങ്ങളത് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് കാണാം അത്തരം കാൻഡിഡേറ്റ്സിനെ. കാരണം ഫ്രഷേഴ്സ് വന്ന് ഒരു നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ വളരെ വേഗതയിൽ ഇവർ ഗ്രാസ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ബിസിനസ് സാർ തന്നെ പറഞ്ഞു, യു ആർ ആക്സിഡൻ്റൽ ബിസിനസ് മാൻ. അങ്ങനെയുള്ള ഒരാൾ ഈ 25 ഇയേഴ്സിൽ സാറും ആസ് എ ബിസിനസ് പേഴ്സൺ ഗ്രോ ചെയ്യായിരുന്നു. ഇപ്പോൾ നമ്മൾ കളിയാക്കി, ഇപ്പോൾ ചിലപ്പോൾ തമാശയായിട്ടാണെങ്കിലും പറയും, കൺസ്യൂമേഴ്സിനേക്കാൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനേക്കാൾ കൂടുതലുള്ളത് ബിസിനസ് ഓണേഴ്സാണ്. സ്പെഷ്യലി സ്ത്രീകൾ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ. അപ്പോൾ ഈ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രം യുവർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് 25 ഇയേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക? ഞാനൊരു വലിയ എക്സ്പെർട്ടില്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഒന്നൊരു ലോങ് ടൈം വിഷൻ തന്നെ വേണം. ഇപ്പോൾ പലരും പല ആളുകളും ബിസിനസ്സിലേക്ക് ഇന്നൊരു ട്രെൻഡായി മാറുകയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പണ്ട് ബിസിനസ്സിന് വിലയില്ലാത്തൊരു കാലത്താണ് ഞങ്ങളൊക്കെ ബിസിനസ് തുടങ്ങി. 25 വർഷം ബിസിനസ് ചെയ്യുന്നത് ജോലി കിട്ടാത്ത ആളുകളായിരുന്നു. ഇന്നങ്ങനെയല്ല, നല്ല കഴിവുള്ളവരാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ലോങ് ടൈം വിഷൻ നമുക്ക് വേണം. പലരും ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് ഒരു വാലുവേഷൻ ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി തന്നെ കമ്പനികൾ ഉണ്ടാക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കാണുന്നവർ. ഒരു ലോങ് ടൈം വിഷൻ നമുക്കതിൽ വേണം. ആ ലോങ് ടൈം വിഷൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നല്ല ക്ഷമ വേണം. പേഷ്യൻസ് ഉള്ളവർക്ക് ലോങ് ടൈം വിഷനിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. നല്ല ക്ഷമ വേണം. ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3, നമുക്ക് തനിയെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ പുതിയ കുട്ടികളെല്ലാം അത് തിരിച്ചറിഞ്ഞവരാണ്. ഒരു ടീമിനെ ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ആ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിസ്റ്റവും പ്രോസസ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കെയിലബിലിറ്റി. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല സ്റ്റാർട്ടപ്പുകളടക്കം പല സ്ഥാപനങ്ങളിലും നമ്മൾ കാണുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അവർ ഇന്നോവേറ്റ് ചെയ്തു, അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. വൺസ് അവർക്കൊരു ബേസിക് ഇൻകം ആയി കഴിയും പിന്നെ ആ ഗ്രോത്തിലേക്ക് അവർ പോകുന്നില്ല. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഭയങ്കര ക്രിട്ടിക്കലാണ്. സ്കെയിലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് റിസ്ക്കും എടുക്കണം. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള എന്ത് റിസ്ക്കും നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ എടുത്തില്ലെങ്കിൽ ബിസിനസ് സ്റ്റാഗ്നൻ്റ് ആവും. സ്റ്റാഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് താഴേക്ക് ഇറങ്ങും. കാരണം ആ സമയത്ത് വേറൊരു ആളൊരു കോമ്പറ്റീഷൻ അവിടെ സ്കെയിലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അവരെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്കെയിലബിലിറ്റി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പീപ്പിൾ എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രോസസ്സിനുള്ള ഇമ്പോർട്ടൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം.
പിന്നെ നല്ല ക്ഷമയും ഉണ്ടെങ്കിൽ, നല്ലൊരു ആശയമാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സേവനം, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഏതായാലും അത് കേരളത്തിൽ സക്സസ് ആയിരിക്കും. കാരണം കേരളത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ കണക്കുകൾ നമുക്കറിയാമല്ലോ. നേരത്തെ ഉള്ള സ്റ്റാർട്ടപ്പുകൾ കിട്ടിയ ഫണ്ടിങ്, ഇന്ന് എത്രയോ ഫണ്ടിങ് കേരളത്തിലേക്ക് ഒഴുകുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ കോടികളുടെ, ആയിരക്കണക്കിന് കോടിയുടെ ഫണ്ടിങ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ കിട്ടി. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊക്കെ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളാണ്. സ്വാഭാവികമായിട്ടും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ രംഗത്ത് മാത്രം എല്ലാവരും ഒരു സോഫ്റ്റ്വെയറിൽ ഒതുങ്ങാതെ മറ്റു മേഖലകളിൽ, ഇപ്പോൾ മിനിസ്റ്റർ സംസാരിച്ചും പറഞ്ഞു, നമ്മൾ കാർഷിക മേഖലയിൽ, ഭക്ഷ്യ സംസ്കരണ രംഗത്ത്, ഇങ്ങനെയുള്ള ഫുഡ് പ്രോസസ്സിങ്ങിലൊക്കെ ഉള്ള വലിയ സാധ്യത നമുക്ക് ആക്ച്വലി ഇവിടെ ഉണ്ട്. അപ്പം അത് വലിയൊരു സാധ്യതയാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒപ്പോസിഷൻ ലീഡറുടെ ഒരു ടോക്ക് ഞാൻ എവിടെയോ യാദർശികമായി കേട്ടാണ്. വളരെ നല്ലൊരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. അതായത് അവർ പറയുന്നത് നമ്മളുടെ പരമ്പരാഗത കൃഷികളെല്ലാം തകർന്നു. ഇപ്പോൾ റബ്ബർ അല്ലെങ്കിൽ കുരുമുളക് അങ്ങനത്തെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രൂട്ട് ട്രീസ് ഉണ്ടല്ലോ, ഇപ്പോൾ റംബൂട്ടാൻ പോലെ, മംഗോസ്റ്റിൻ പോലൊക്കെയുള്ള, അത് വലിയ കയറ്റുമതി സാധ്യതയുള്ള ഫ്രൂട്ട്സാണ്. അതിന് ഔഷധ ഗുണമുള്ളതാണ്, വലിയ പ്രൈസ് അതിന് കിട്ടും. അപ്പം ഇത് ഒരു തകർന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത്തരം ഫ്രൂട്ട് ട്രീസ് കൃഷി ചെയ്യും. അന്നത്തെ ടീ ഫാക്ടറി നടഞ്ഞു കിടക്കുകയായിരിക്കും. ആ ടീ ഫാക്ടറിയെ ഈ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റായിട്ട് മാറ്റുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ് അപ്രൂവൽ കൊടുക്കണം. ഇപ്പം ചില അപ്രൂവൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലാന്റേഷനിൽ പുതിയ പ്ലാന്റേഷൻ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഫാസ്റ്റായിട്ടുള്ള അപ്രൂവൽ കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഫുഡ് പ്രോസസ്സിങ് ചെയ്ത് ഈ ഇത്രയും ഫ്രൂട്ട്സൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സെക്ടർ അവിടെ തുറന്നു കിടപ്പുണ്ട്. ഇത് നമ്മുടെ വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ആരും കാണാത്ത ഒരു കാര്യമാണ്. അങ്ങനെ പിന്നെ കേരളം വളരെ പോസിറ്റീവാണല്ലോ. നമ്മൾ കഴിഞ്ഞ ഇന്ത്യ ടുഡേ ഒരു സർവേ, നിങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. ഇന്ത്യ ടുഡേയുടെ സർവേയിൽ അവർ 4 ഫാക്ടേഴ്സ് അവർ സർവേ ചെയ്തു. ഇന്ത്യയിലെ 21 സ്റ്റേറ്റുകളും അവർ ആ സർവേയിൽ ഉൾപ്പെടുത്തി. അതിൽ ഒരു സ്റ്റേറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ബേസിക്കലി സർവേ ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിൽ സിവിക് ബിഹേവിയർ അവർ നോക്കി, അവർ ജെൻഡർ ഇഷ്യൂസ് നോക്കി, അതുപോലെ തന്നെ അവർ പബ്ലിക് സേഫ്റ്റി നോക്കി, അവർ ഡൈവേഴ്സിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഈ 2 കാര്യങ്ങൾ, ഇത്രയും ഈ 4 ആസ്പെക്ട്സിലാണ് അവർ. അതിൽ ഈ 4ലും ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. നമ്മൾ കേരളത്തെക്കുറിച്ച് ഇത്രയും നെഗറ്റീവ് നരേറ്റീവ്സ് ഒരു സ്ഥലത്ത് നടക്കുമ്പോഴും മീഡിയയിലൂടെ, പക്ഷേ വാസ്തവത്തിൽ ഈ ഇന്ത്യ ടുഡേക്ക് പ്രത്യേകിച്ച് കേരളത്തിനെ പ്രൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 4ലും പ്രോപ്പർ സാമ്പിൾ സർവേ നടത്തി കേരളം ഒന്നാം സ്ഥാനത്താണ്. നമ്മുടെ ലിറ്ററസി ഒരു പ്രധാന ഫാക്ടറാണ്. അതാണ് നമുക്ക് അഡോപ്റ്റബിലിറ്റി ഭയങ്കര കൂടുതൽ. അപ്പോൾ അവിടെ ഡിജിറ്റൽ ലിറ്ററസി, ഞാനൊരു ഡിജിറ്റൽ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നതുകൊണ്ട് കൂടെ ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ ലിറ്ററസിയാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി കേരളം 100% ഡിജിറ്റൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പിടിച്ചാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടായിരിക്കാം ഈ GDB എന്ന് അവർ പറഞ്ഞത്, ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ, GDP അല്ല GDB. GDPയിൽ നമ്മൾ നമ്പർ 1 ആണ്. അപ്പം നമ്മുടെ ബിഹേവിയറൽ പാറ്റേണൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി മാറിക്കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് നോളജ് കിട്ടുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വലിയ കേരളത്തിൽ ഒത്തിരി സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള സബ്മിറ്റുകൾ അതിനൊരു അടിസ്ഥാനമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. വളമാകും, ഉറപ്പായിട്ടും വളമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പ്രോജക്ട്സിൽ ഞങ്ങൾക്ക് സഹകരിക്കാനായിട്ട് താല്പര്യം തോന്നിയത്. കേരളം വളരുന്നതോടൊപ്പം ഓക്സിജനും വളരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.